അല്ലി തോമസ് എന്നാണ്. കന്യാകുമാരി ജില്ല, തിരുവനന്തപുരം അതിരൂപത വള്ളവള ഇടവയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2019 ജൂലൈ മാസം 31-ാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് മുംബൈ നിൽക്കുമ്പോഴാണ്. എൻ്റെ അവിടെ ഉള്ള ഒരു സുഹൃത്താണ് പറഞ്ഞത് ഈ കൃപാസനത്തെ പറ്റിയുള്ളത്. അപ്പോൾ അയാൾ പറഞ്ഞ് ഇവിടെ വന്നാൽ നമുക്ക് ഇത് ഉടനെ ഉടമ്പടി എടുക്കാൻ പറ്റില്ല, ഇത് റെക്കമെൻഡേഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടമ്പടി എടുക്കാൻ പറ്റും. ഞാൻ പിന്നെ ഇവിടെ വന്നപ്പോൾ അങ്ങനെയുള്ള ഒരു കണ്ടീഷനൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ എൻ്റെ 6 നിയമങ്ങൾ വച്ചിരുന്നു. ആദ്യമായിട്ട് എൻ്റെ ഭാര്യയ്ക്ക് 10-12 വർഷമായിട്ട് ഇത് ചുമയും ജലദോഷവും ഉണ്ടായിരുന്നു. അപ്പോൾ ഉടമ്പടി എടുത്ത് ഇതിൽ നിയമത്തിൽ വച്ചിരുന്നു. അത് ഉടനെ 1 മാസത്തിൽ അത് തീർന്നു, പൂർണ്ണമായും തീർന്നു. ഒരു ആഴ്ചയിലില്ല, മാസത്തിൽ 2-3 പ്രാവശ്യമെങ്കിലും ചുമയും ജലദോഷം വന്ന് ഇത് എണീക്കാൻ പറ്റാതെ പിടിച്ച് കിടക്കും. ഇപ്പോൾ ഉടമ്പടിയിൽ എടുത്തതുകൊണ്ട് ഇപ്പോൾ ഒരു മരുന്നേ ഇല്ല, ഉള്ളിൽ നല്ലതുപോലെ കഴിയുന്നു. പിന്നെ എൻ്റെ ഒരു കൊച്ചു വീടുണ്ടായിരുന്നു. ആ വീട് വഴിയില്ലാതെ, വഴിയുടെ പ്രശ്നം കൊണ്ട് ഇത് വിൽക്കാതെ കിടന്നിരുന്നു. അതും ഞാൻ ഉടമ്പടിയിൽ വെച്ചതുകൊണ്ട് അതും എനിക്ക് വിറ്റ് കിട്ടി. പിന്നെ ഞാനിത് 20-23 വയസ്സ് വരെ ഞാനിത് തുടങ്ങിയതാണ് മദ്യപാനം. എൻ്റെ കൂട്ടുകാർമൊത്ത് ഇത് ആഴ്ചയിൽ 2-3 ദിവസം മദ്യപിക്കും. ഉടമ്പടിയിൽ ഞാൻ ഇത് വച്ചതാണ് എൻ്റെ മദ്യപാനം. അത് നിശേഷം ഇതുവരെ ഞാൻ ഇത് തൊട്ടില്ല. പിന്നെ ഞാനിത് കൊറോണ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ പണിയില്ലാത്തതുകൊണ്ട് കടലിലാണ് പണിക്ക് പോണത്. അപ്പം ഞങ്ങളുടെ ഭാഗത്തുള്ള ഇത് വള്ളവള ആ ഭാഗത്തുള്ളവരെല്ലാം കടൽപ്പണിക്കാണ് പോണവർ. വേറെ ജോലി ഇല്ലാത്തതുകൊണ്ട് ഞാൻ കടൽപ്പണിക്ക് പോയി. അപ്പം ഇത് എനിക്ക് കടൽ ദൂരെയാണ്. ഇവിടെ നിന്ന് കരയിൽ നിന്ന് ഒരു 8-9 ദിവസം വരെ ഞങ്ങൾ ഫ്രീ ആയിട്ട് ഓടിക്കൊണ്ട് അവിടെ ഏത് ഒമൻ ബാർഡറിൽ പോയിട്ടാണ് ഞങ്ങൾ മീൻ പിടിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് ഇത് 2 ആഴ്ച മീൻ കിട്ടുന്നത് പോലെ 2 ആഴ്ച അല്ലെങ്കിൽ 10 ദിവസം എങ്ങനെ മീൻ കിട്ടുന്നോ അതുപോലെ മീനെയും കൊണ്ട് തിരികെ പിന്നെ വീണ്ടും 8-9 ദിവസം 10 ദിവസത്തിൻ്റെ അകത്ത് ഞങ്ങൾ തിരികെ വന്നാണ് മീൻ ഇത് മീൻപിടി ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് അവിടെ കാറ്റും കോളും ഉണ്ടാകുന്ന സമയത്ത് പേടിയായിരുന്നു. ഇത് എങ്ങനെ ഒരു ഇതില്ലാത്ത നമ്മളിവിടെ ഇതെല്ലാം ദൂരത്തിൽ വന്ന് നമ്മളിവിടെ കിടക്കുന്നു, എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് ആരും ഒരു തുണയില്ല എന്ന് ഞാൻ വിചാരിച്ചു. പിന്നീട് അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ വിശ്വാസ പ്രമാണം പറഞ്ഞ് 10 പ്രാവശ്യമെങ്കിലും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് എണീറ്റ് നോക്കുമ്പോൾ കാറ്റും കടലൊക്കെ നല്ല ശാന്തമായിട്ട് കിടക്കും. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എനിക്ക് അമ്മയോടും തിരുക്കുമാരോടും ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ എൻ്റെ വീട് കൊച്ചി വീടായിരുന്നത് കൊണ്ട് ഞങ്ങളിത് ആ വീട് ഒഴിവാക്കി വേറെ ഒരു വാടക വീട്ടിലാണ് 12 വർഷം വരെ ഞാൻ വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ആ വീട് വിറ്റ് കിട്ടിയ പൈസയും പിന്നെ കയ്യിലുണ്ടായിരുന്ന പൈസ 4 സെൻറ്റ് സ്ഥലം വാങ്ങിച്ച് അമ്മയുടെ കൃപ വഴി ഞാൻ ഇപ്പോൾ ജനുവരി 8-ാം തീയതിയാണ് ആ വീട് പൂർത്തിയാക്കി ആ വീട്ടിലാണ് താമസിക്കുന്നത്. അതിനും അമ്മയോട് ഞാൻ നന്ദി പറയുന്നു.